ചായ. സത്യയുടെ പെട്ടെന്നുള്ള ആ വിളിയിൽ ജെയിംസ് അത്ഭുതത്തോടെ നോക്കി. അവളുടെ വിളിയിൽ അറിയാതെ അവന്റെ കണ്ണുകൾ നിറഞ്ഞു. എന്താ, ഞാൻ അങ്ങനെ വിളിച്ചോട്ടെ? ആ, അതിനെന്താ, സത്യക്ക് അങ്ങനെ വിളിക്കാൻ തോന്നിയെങ്കിൽ അങ്ങനെ വിളിച്ചോളൂ. അല്ല, ജെയിംസ് ചായന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അത് കേട്ടതും ജെയിംസിന്റെ മുഖം വാടി. അവന്റെ കണ്ണു നിറഞ്ഞു വന്നു. അത് കണ്ട സത്യക്ക് അവനോട് അങ്ങനെ ചോദിക്കണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. അത് പിന്നെ ഞാൻ. ഇച്ചായ, എന്താ പറ്റിയത്? ഏയ്, ഒന്നുമില്ലടോ. ഞാൻ എനിക്ക് അങ്ങനെ സ്വന്തം എന്ന് പറയാൻ ആരുമില്ല സത്യ. ആകെ ഈ ഭൂമിയിൽ എനിക്ക് സ്വന്തം എന്ന് പറയാനുള്ളത് ആദി മാത്ര. ആദി സാറോ? അതെ, എന്റെയും ആദിയുടെ അച്ഛന്മാർ തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഒരു ആക്സിഡന്റിൽ പെട്ട് എന്റെ അച്ഛനും അമ്മയും അനിയത്തിയും പിന്നെ ആദിയുടെ അച്ഛനും മരിച്ചു. പിന്നെ എനിക്ക് ആദിക്ക് സ്വന്തം എന്ന് പറയാൻ രുക്മിണിയമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരാ ഈ രുക്മിണിയമ്മ? അതോ, രുക്മിണിയമ്മ ആദിയുടെ ചെറിയമ്മയാ. ഒരു രണ്ടാനമ്മയുടെ സ്വഭാവം ഒന്നുമല്ല അവർക്ക്. ആദിയെ സ്വന്തം മകളികൾ ഇഷ്ടാ. എന്നാ സത്യ ചായ കുടിച്ചോ? ഞാൻ ആദ്യം ഒന്ന് പോയി നോക്കട്ടെ. എന്താ അമ്മ, പറ, എന്താ ഇപ്പൊ ഒരു വിളി? ആദി, ഇന്ന് നിന്റെ അമ്മാവൻ വന്നിരുന്നു. അമ്മാവനോ? ഏതമ്മാവൻ? അമ്മയ്ക്ക് എപ്പോഴാ ഞാൻ അറിയാതൊരു സഹോദരൻ ഉണ്ടായത്? ഡാ, എന്താടാ ചുമ്മാ? ഞാൻ നിന്റെ അമ്മാവൻ ശങ്കരനെ കുറിച്ചാണ് പറഞ്ഞത്. ആ, അമ്മാവൻ എന്റെ അമ്മാവനിൽ നിന്നും എന്റെ സ്വത്തിന്റെ വായി നോക്കിയായി ഞാൻ കണക്ക് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എന്റെ അമ്മാവൻ എന്ന് കൂടെ കൂടെ പറയണ്ട. ഡാ മോനെ, എന്തൊക്കെ പറഞ്ഞാൽ നിന്റെ അമ്മാവനല്ലേ? അമ്മാവനൊന്നും ഈ ആദിദേവ് കൈലാഷ് മറന്നിട്ടില്ല, മറക്കുകയില്ല. നേരവും കാലവും ആകുമ്പോൾ ഞാൻ എല്ലാത്തിനും കണക്ക് ചോദിച്ചിരിക്കും. എന്തിനാ അയാൾ ഇപ്പൊ വന്നേ? അത് പറ. അത് നമ്മുടെ വിഷ്ണുമോളില്ലേ, അവളുടെയും നിന്റെ കല്യാണം നടത്താന്ന് പറയാൻ വേണ്ടി വന്നാ. വിഷ്ണുമായ, അവളെ ഒരിക്കലും ഞാൻ കല്യാണം കഴിക്കില്ല. ആരൊക്കെ പറഞ്ഞാലും തന്തയുടെ അതേ മോള് തന്നെ ആ വിഷജന്തുവിനെ കല്യാണം കഴിക്കാൻ കിഴക്കേടത്ത് ആദിദേവ് കൈലാഷ് വേറെ ജനിക്കണം. ശങ്കരൻ ഇവിടെ വന്നു വലിയ അധികാരത്തോടൊക്കെ പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ കല്യാണം നടത്താൻ. നിന്റെ ഇഷ്ടം എനിക്ക് വലുത്, നിനക്ക് അവളെ വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നാളെ ഞാൻ വരും അങ്ങോട്ട്. എന്റെ കൂടെ എന്റെ ഭാര്യയും ഉണ്ടാവും. നാളെ ഇവിടെയുള്ള ഒരു ശിവക്ഷേത്രത്തിൽ വെച്ച് എന്റെ കല്യാണമാണ്. ആദിയുടെ വാക്കുകൾ കേട്ടതും രുക്മിണിയുടെ കണ്ണും നിറഞ്ഞു. എന്താ അമ്മ ഒന്നും പറയാത്തത്? നിങ്ങൾ പറഞ്ഞിട്ടാ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. നിന്റെ കല്യാണം ഈ അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു മോനെ. ഈ നാട്ടുകാരെല്ലാം സാക്ഷിയാക്കി നീ ഒരു പെണ്ണിന്റെ കയ്യിൽ താലി കെട്ടി അവളെ കൈപ്പിടിച്ച് ഈ വീടിന്റെ പടി കയറ്റുന്നത് എന്റെ വലിയൊരു സ്വപ്നമായിരുന്നു. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞതല്ലേ അത് നടക്കില്ലെന്ന്. വേണ്ട, നടക്കണ്ട. അമ്മയ്ക്കൊരു പരാതിയില്ല മോനെ. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എവിടെയായാലും ആരെയായാലും ഈ അമ്മയുടെ അനുഗ്രഹം എന്റെ കുട്ടികൾക്ക് എപ്പോഴും ഉണ്ടാകും. എന്നാ ഞാൻ കോൾ കട്ട് വെക്കുക. ആദി ഫോൺ കട്ട് ചെയ്തു തിരിഞ്ഞതും അവന്റെ മുമ്പിൽ ജെയിംസ് നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ കണ്ടതും ആദ്യം ഒന്ന് പതറി. എന്താടാ, നീ എപ്പോഴാ കല്യാണം കഴിക്കാനൊക്കെ തീരുമാനിച്ചത്? അല്ല, ആരെയാ നീ കല്യാണം കഴിക്കുന്നത്? അത് കുറച്ചു നേരം മുമ്പാ തീരുമാനിച്ചത്. വധു വേറെ ആരുമല്ല, സത്യ. എന്താ, സത്യ? അവളെയോ? നീ എന്തൊക്കെയാടാ പറയുന്നത്? അതിന് അവൾ സമ്മതിച്ചോ? അതെ. എന്തായാലും അമ്മ കല്യാണം കഴിക്കാതെ വെറുതെ വിടില്ല. പിന്നെ സത്യാണെങ്കിൽ അവൾക്ക് ആരുമില്ലല്ലോ, ആകെയുള്ളത് അച്ഛനല്ലേ. ഞാൻ അവളോട് ചോദിച്ചു നീ പുറത്തു പോയാരെ. ആദ്യം അവളൊന്നും അടിച്ചെങ്കിലും പിന്നീട് അവൾ സമ്മതിച്ചു. എല്ലാം കേട്ടുന്ന ജെയിംസിന് അവന്റെ സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. അവൻ ഇതിനോടകം സത്യയെ അവന്റെ സഹോദരിയെ കണക്കാക്കിയിരുന്നു. അവനാദ്യെ ഇറുകെ പുണർന്നു. എനിക്ക് സന്തോഷമായടാ, നീ ഇതുവരെ എടുത്ത തീരുമാനങ്ങളിലെ ഏറ്റവും നല്ല തീരുമാനമാണിത്. അവൻ മറുപടി എന്ന പോലെ ഒന്ന് പുഞ്ചിരിച്ചു കൊടുത്തു. ജെയിംസ് അവിടെ നിന്നും സത്യയുടെ അടുത്തേക്ക് ഓടിപ്പോയി. എന്നോട് ക്ഷമിക്കടാ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ നിന്നോടൊരു കാര്യം മറച്ചു വെക്കുന്നത്. എന്നെ ദ്രോഹിച്ചവരെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. കാലം തന്നെ എനിക്കതിന് വഴി കണ്ടെത്തി തരും സത്യ. നീ മുഖേന എനിക്കുണ്ടായ എല്ലാ നഷ്ടങ്ങൾക്കും നീ തന്നെ മറുപടി നൽകേണ്ടി വരും. അച്ഛാ, എന്താടി മോളെ, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അച്ഛാ, നാളെ ആദ്യം വരുന്നുണ്ട് എന്ന് രുക്മിണിയമ്മ പറഞ്ഞു. ഹഹാ, ഞാൻ കല്യാണക്കാര്യം അവിടെ പോയി പറഞ്ഞപ്പോൾ അവൻ ധൃതി പിടിച്ച് ഇങ്ങോട്ട് വരാവും നിന്നെ കെട്ടാൻ. ഒന്ന് പോ അച്ഛാ, വെറുതെ. എനിക്ക് തോന്നുന്നില്ല അവൻ നിന്നെ കല്യാണം കഴിക്കുമെന്ന്. അവന് പണക്കാരനല്ലാത്ത കാലത്ത് കുറച്ചൊന്നുമല്ല നിന്റെ അച്ഛൻ അവരെ ദ്രോഹിച്ചത്. ഓ, കരിനാക്കെടുത്ത് വളയ്ക്കാതെ എന്റെ പൊന്നു തള്ളേ. നിനക്ക് അവിടെ അടുക്കളയിൽ പണിയൊന്നുമില്ലേ? വെറുതെ ഞങ്ങളുടെ ഇടയിൽ കയറി അഭിപ്രായം പറയണ്ട. പിന്നീട് സുഭദ്രൊന്നും മിണ്ടാതെ അകത്തേക്ക് പോയി. അച്ഛാ, അമ്മ പറഞ്ഞ പോലെ ആദ്യേട്ടൻ വേണ്ടെന്ന് പറയുമോ? ആ നാശം പിടിച്ചവൾ എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് നീ എന്തിനാ മോളെ വിഷമിക്കുന്നേ? നാളെ നമുക്ക് എന്തായാലും അവിടെ വരെ ഒന്ന് പോകാം. പറ്റുമെങ്കിൽ നാളെ തന്നെ നിശ്ചയത്തിന്റെ കാര്യം തീരുമാനിക്കാം. ശങ്കരന്റെ വാക്ക് കേട്ട് മായ അവിടെ തുള്ളിച്ചാടിപ്പോയി. സത്യയെ ആശുപത്രിയിൽ നിന്ന് അവർ വീട്ടിലേക്ക് എത്തിച്ചു. കുറച്ചു കഴിഞ്ഞും ആരോ അവളുടെ വീടിന്റെ വാതിൽ മുട്ടാൻ തുടങ്ങി. അവൾ വാതിൽ പോയി തുറന്നപ്പോൾ അത് ആദിയായിരുന്നു. പെട്ടെന്ന് അവൻ അവിടെ കണ്ടപ്പോൾ അവൾ ആകെ വിറയ്ക്കാൻ തുടങ്ങി. അവന്റെ കയ്യിൽ ഒരു പൊതി ഉണ്ടായിരുന്നു. ഇത് നിനക്ക് നാളെ അമ്പലത്തിലേക്കുള്ള കുറച്ച് ആഭരണങ്ങളും സാരിയുമാണ്. ഇത് ഉടുത്തിട്ടായിരിക്കണം നീ നാളെ അമ്പലത്തിൽ എത്തേണ്ടത്. പിന്നെ ഇതെന്റെ കാർഡാണ്. നാളെ മുതൽ നിന്റെ ജോലി തീരുന്നവരെ നിനക്ക് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള പണം എടുക്കാം.
ആദ്യം അവന്റെ കാർഡ് അവൾക്ക് നേരെ നീട്ടിയതും അവൾ അവനെ നോക്കി പേടിച്ച് അവന്റെ കയ്യിൽ നിന്നും കാർഡ് വാങ്ങി. ആദ്യം പിന്നെ അവിടെ നിന്നില്ല, അവിടെ നിന്ന് പോയി. ആദ്യം പോയ ഉടനെ തന്നെ വീണ്ടും കോളിംഗ് ബെൽ അടിച്ചു. സത്യ വാതിൽ തുറന്നു. മുന്നിലുള്ള ആളെ കണ്ട് അവളൊന്ന് ഞെട്ടി. സീനു, നീ എന്താ ഈ രാത്രി ഇവിടെ? ഞാൻ നിനക്ക് കുറച്ച് ഫുഡ് കൊണ്ടുവരാൻ വന്നതാ. നീ ഹോസ്പിറ്റലിൽ പോവാണെന്ന് പറഞ്ഞു പോയിട്ട് നേരം വൈകിയല്ലേ വന്നത്? ഞാൻ കണ്ടു ആരോ നിന്നെ ഇവിടെ കൊണ്ടാക്കുന്നത്. ആരാ അത്? അല്ല, ഇപ്പൊ ആരാ വന്നത്? അത് ആദി സാറാണ് എന്നെ ഇവിടെ ആക്കിയത്. എന്താ, ആദി സാറോ? നീ എങ്ങനെ സാറിനെ കണ്ടു? ശരിക്കും സാറാണോ നിന്നെ ഇവിടെ ആക്കിയത്? സത്യ ഹോസ്പിറ്റലിൽ പോയി അച്ഛനെ കണ്ടതും അവളെ ആ പൂവാലന്മാർ ശല്യം ചെയ്തതും ആദിയുടെ മുന്നിലേക്ക് ചാടിയതും ഹോസ്പിറ്റലിൽ എത്തിച്ചതും പറഞ്ഞു. എന്നിട്ട് നിനക്ക് എന്തെങ്കിലും പറ്റിയോടാ? എന്താ എന്നെ വിളിക്കാഞ്ഞേ? എല്ലാത്തിനും നീ എന്നെ വിളിക്കാറുണ്ടല്ലോ, ഇപ്പോ എന്താ വേണ്ട എന്ന് തോന്നിയത്? ഡി, നീ ഇത് എങ്ങോട്ടാ കയറി പോകുന്നത്? അതിന് മാത്രം ഒന്നുമില്ല, ഞാനിപ്പതേ ഇവിടെ എത്തിയതല്ലേ ഉള്ളൂ. ഇനി അത് പറഞ്ഞു. അല്ല, എന്താ നിന്റെ കയ്യിലൊരു പൊതി? അത് പിന്നെ ഇത് സത്യ പറഞ്ഞു തീരുന്ന മുൻപ് സീനുകളുടെ കയ്യിൽ നിന്ന് ആ പൊതി വാങ്ങി തുറന്നു. എന്റെ പടച്ചോനെ, എവിടുന്ന നിനക്ക് ഈ സ്വർണവും സാരിയൊക്കെ? അത് ആദി സാർ തന്താ. എന്താ, ആദി സാറോ? അല്ല, നിന്റെ മറ്റേ കയ്യിലെന്താ? ഇത് ആദി സാറിന്റെ ATM കാർഡാ. എന്താ? അല്ല, ഇതൊക്കെ എന്തിനാ അയാൾ നിനക്ക് തന്നത്? ഈ സ്വർണവും സാരിയും പണവും ഒക്കെ? ഓ, എന്താ സത്യ ഇതൊക്കെ? നീ ഒന്ന് തെളിയിച്ചു പറ. ഓരോ ദിവസം കഴിയുന്തോറും എന്റെ അച്ഛന്റെ അവസ്ഥ വളരെ മോശമായിരിക്കുക. സീനു, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു വഴിയുമില്ല. എന്റെ അച്ഛനെ രക്ഷിക്കാൻ ഞാൻ ഏതറ്റവും പോകും. അതുകൊണ്ട് ആദി സാർ പറഞ്ഞതിന് ഞാൻ സമ്മതിച്ചു. നാളെ എന്റെ കല്യാണമാണ്. സത്യ പറഞ്ഞു കഴിഞ്ഞതും അവളുടെ മുഖത്ത് അടി വന്ന് പതിച്ചതും ഒരുമിച്ചായിരുന്നു. എന്താടി, തലയ്ക്ക് ഭ്രാന്തായോ നിനക്ക്? കല്യാണം എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയുമോ? കാര്യം നടക്കാൻ വേണ്ടി ചെയ്യുന്ന ഒന്നല്ല കല്യാണം. വെറും ഒരു ചരടെടുത്ത് അല്ലെങ്കിൽ ഒരു മാല എടുത്ത് കെട്ടുന്നതല്ല കല്യാണം. ഇതിലും ഭേദം നീ വേറെ വല്ല പണിക്ക് പോകുന്നതാ. അതെന്താണെന്ന് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. സീനു കരഞ്ഞുകൊണ്ട് അവളോട് ഉച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങി. സീനു, സാഹിത്യം പറയാനും ആശ്വാസവാക്കുകൾ പറയാനും എല്ലാവർക്കും പറ്റും. എന്നാ അനുഭവത്തിൽ വരുമ്പോഴേ നമ്മളെല്ലാം പഠിക്കൂ. ഞാൻ ആദി സാറിന് ഇത് മുഴുവൻ തിരിച്ചു കൊടുക്കാം. എന്നാ നീ തരുമോ എനിക്ക് 10 ലക്ഷം രൂപ? പറ, തരാൻ കഴിയുമോ? സത്യയുടെ ചോദ്യത്തിനു മുന്നിൽ മറുപടി ഇല്ലാതെ സീനു നിലത്തിരുന്ന് കരയാൻ തുടങ്ങി. സത്യ അവളുടെ അടുത്തിരുന്നു. ഡി, മടുത്തു എനിക്ക് ഈ ജീവിതത്തോട് തന്നെ. എനിക്കറിയാൻ നിനക്ക് കഴിയുമായിരുന്നെങ്കിൽ നീ എന്നെ സഹായിച്ചേനെ. നീ വിഷമിക്കണ്ട, ഇതൊക്കെ എന്റെ വിധിയാ. എനിക്ക് എന്റെ അച്ഛനെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്. എന്നോട് ക്ഷമിക്കടി. ഞാനൊരു വേശിയാണെന്ന് പറഞ്ഞ് എന്നെ ഉപേക്ഷിക്കരുത് നീ. താങ്ങാൻ പറ്റില്ല എനിക്ക്. അവസാന വാക്കുകൾ വായിൽ നിന്ന് വന്നപ്പോഴേക്കും സത്യ പൊട്ടിക്കരഞ്ഞുപോയി. അവളുടെ കൂടെ സീനു. രാവിലെ സീനു സത്യയുടെ അടുത്ത് വന്നു. സാരി ഉടുക്കാനും ആഭരണങ്ങൾ അണിയിക്കാനും അവളെ സഹായിച്ചു. മജന്ത കളറിലുള്ള കാഞ്ചീപുരം സാരിയായിരുന്നു അവൾ ഉടുത്തിരുന്നത്. അവളുടെ ആ മഞ്ഞ പോലുള്ള ആ വെളുത്ത മേനിക്ക് അത് നന്നായി ചേരുന്നുണ്ടായിരുന്നു. കഴുത്തിലൊരു നാഗമടത്താലിയും അതിന് താഴെ പാലക്കാമാലയും 2 കൈയിലും 4 വളകൾ വീതം, കാതിലൊരു വലിയ ജിമിക്കുമായിരുന്നു അവളുടെ വേഷം. ഇപ്പോ നീ ശരിക്കും ലക്ഷ്മി ദേവിയെ പോലെ തന്നെയുണ്ട്. ഒരു പൂർണ്ണമായ ചിരി നിന്റെ ചുണ്ടിലും വന്നാൽ മാത്രം മതി. സീനുവിന് ഒരു പുച്ഛം കലർന്ന രീതിയിലുള്ള ചിരി സത്യ സമ്മാനിച്ചു. അല്ല, നീയും വരുന്നുണ്ടോ? കല്യാണം എന്ന പേരിലുള്ള ആഭാസമാണ് നടക്കാൻ പോകുന്നെങ്കിലും നിന്നെ പിടിച്ചു കൊടുക്കാൻ ഒരാൾ വേണ്ടേ? നിന്നെ കൈ പിടിച്ചേൽപ്പിക്കാൻ നിന്റെ അച്ഛന് വയ്യല്ലോ. അപ്പൊ പിന്നെ നിനക്ക് ഞാനല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വരും. അപ്പോ നിന്റെ ഉമ്മയോട് നീ എന്താ പറയാ? ഞാൻ ഇന്നലെ ഉമ്മയോട് ആദി സാർ നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുക എന്നാ പറഞ്ഞത്. ആ പാവം അത് വിശ്വസിച്ചു, ഒരുപാട് സന്തോഷിച്ചു. നിനക്കൊരു നല്ല ജീവിതം കിട്ടണമെന്നാ ഉമ്മയുടെ ആഗ്രഹം. എന്നെ പോലെ തന്നെയാണ് ഉമ്മ നിന്നെയും കാണുന്നത്. ഞാനുണ്ടെന്ന് പറഞ്ഞതാ. പിന്നെ ഉമ്മാക്ക് വീട്ടുജോലിക്ക് പോയാൽ അല്ലേ ചിലവൊക്കെ കഴിഞ്ഞു പോകൂ. അപ്പൊ പിന്നെ ഇല്ലാന്ന് പറഞ്ഞു. ഉപ്പാക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അതിന് രക്ഷയില്ലെന്നാ ഡോക്ടർ പറഞ്ഞത് സത്യ. മരണം വരെ പേരിന് കുറച്ച് മരുന്ന് കഴിക്കുന്നു എന്നാ. ഞാൻ പോയി മാറ്റട്ടെ. അവളുടെ നിറഞ്ഞു വന്ന കണ്ണു തുടച്ച് അകത്തുപോയി. അസീന മുംതാസ്, സത്യയുടെ കൂടെ ചെറുപ്പം മുതലുള്ള ഉമ്മച്ചിക്കുട്ടി. അവൾ +2 പഠിക്കുമ്പോഴാണ് അവളുടെ ഉപ്പയ്ക്ക് ലെഗ് ക്യാൻസർ വന്ന് 2 കാലം മുറിക്കപ്പെട്ടത്. അവിടെ മുതൽ മാറിയെന്ന് കരുതിയാണെങ്കിൽ തെറ്റി. ഇപ്പൊ ബ്രെയിൻ ട്യൂമർ ആണ്. ഇനി ഒരു രക്ഷയുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പേരിന് വിലയുള്ള മരുന്നുകൾ കൊടുക്കുന്നു. അവൾക്ക് കിട്ടുന്ന സാലറി കൊണ്ട് മരുന്നിന് പോലും തികയുന്നില്ല. അപ്പോ ഉമ്മയും വീട്ടുജോലിക്ക് പോകാൻ തുടങ്ങി. ദൈവം എന്നോട് ഇങ്ങനെയൊരു തമാശ കാണിച്ചപ്പോൾ അവളോട് അങ്ങനെയും. ഓരോന്ന് ചിന്തിച്ചിരുന്നു പോയപ്പോഴേക്കും സീനു ഒരുങ്ങി വന്നു. നല്ല കടുംപച്ച നിറത്തിലുള്ള അനാർക്കലി ഗൗൺ ആയിരുന്നു അവളുടെ വേഷം. അവൾക്ക് പണ്ടൊരിക്കൽ അവളുടെ അമ്മായിയുടെ മോൻ വാങ്ങിക്കൊടുത്താണ്. ആവേശത്തിൽ ശരിക്കും അവളെ കാണാൻ നല്ല ഭംഗിയാണ്, അനാർക്കലിയിലെ നാദിറയെ പോലെ. എന്നാൽ നമ്മൾ എങ്ങനെയാ പോകുന്നത്? ഏതോ ഒരു അമ്പലത്തിലാണെന്ന് പറഞ്ഞു. ജെയിംസ് ഇച്ചായൻ വരും എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചു നോക്കട്ടെ. ഞാൻ അയാളൊരു പാവാണെന്നാ കരുതിയത്. എന്നാ അയാൾ ഇത്ര വലിയ ദുഷ്ടനാണെന്ന് ഞാൻ കരുതിയില്ല. ദേ നോക്ക് സീനു, ജെയിംസ് ഇച്ചായൻ പാവാ. ആദി സാർ എന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നു എന്നൊന്നും അയാൾക്കറിയില്ല. പാവം, അണ്ടിയോട് അടുക്കുമ്പോൾ അറിയാം മാങ്ങയുടെ പുളി. അവർ സംസാരിച്ചിരിക്കുമ്പോൾ അങ്ങോട്ട് ജെയിംസ് കാറും കൊണ്ട് വന്നിരുന്നു.
ജെയിംസ് ഇച്ചായൻ വന്നെന്ന് തോന്നുന്നു. ഞാൻ പോയി അമ്മയുടെ അനുഗ്രഹം വാങ്ങിട്ട് വരാം, നീ നടന്നോ. അല്ല, നീ എന്തിനാ അനുഗ്രഹം വാങ്ങാൻ പോകുന്നത്? ജീവിതം നശിക്കാൻ വേണ്ടിയോ? ഡി, നീ പോ, ഞാൻ വരാം. വീടിന് പുറത്തിറങ്ങി അവിടെ അവരെ കാത്ത് ജെയിംസ് ഇരിക്കുന്നുണ്ടായിരുന്നു. സീനുവിനെ കണ്ടതും ജെയിംസ് അവളെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. അയ്യേ, ഇയാൾ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? കണ്ടിട്ട് തന്നെ അറപ്പാവുന്നു. ഇയാളെയാണ് അവൾ പാവമെന്ന് പറഞ്ഞത്. തന്റെ വീട് ഇവിടെ അടുത്താണോ? ആ കാണുന്ന എന്റെ വീട്. താനും വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ? പിന്നെ പെണ്ണിന് ചെറുക്കന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടേ? അവൾക്ക് അതിന് ഞാൻ മാത്രമേ ഉള്ളൂ. സീനു പറയുന്ന കേട്ട് ജെയിംസ് ചിരിക്കാൻ തുടങ്ങി. നീയാണോ സത്യയെ ആദ്യം ഏൽപ്പിക്കാൻ പോകുന്നത്? അപ്പോൾ നിന്നെ ആരുടെ കയ്യിൽ ഏൽപ്പിക്കും? പറയുന്നത് അവൾക്ക് അത്രയ്ക്ക് ജെയിംസ് പറഞ്ഞത് പിടിച്ചില്ലെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ കാറിൽ കയറിയിരുന്നു. ശരിക്ക് താനും തന്റെ കൂട്ടുകാരൻ സത്യയും എന്നെയും പോലെ പാവപ്പെട്ട പെൺകുട്ടികളുണ്ടല്ലോ, നിങ്ങളെ പോലുള്ള പണക്കാർക്ക് അമ്മാനമാടാൻ. കുറച്ചു കഴിഞ്ഞും സത്യ വീട് പൂട്ടി അവർക്ക് അടുത്തേക്ക് വന്നു. ആദിയുടെ സെലക്ഷൻ കൊള്ളാം, എന്റെ പെങ്ങളുട്ടി സുന്ദരിയായിട്ടുണ്ട് ഈ വേഷത്തിൽ. സത്യ അവനെ നോക്കി ചിരിച്ചു. അവന്റെ കാലിൽ വീണ അനുഗ്രഹത്തിന് വേണ്ടി അവളുടെ പ്രവൃത്തി അവൻ കൂടുതൽ സന്തോഷമുണ്ടാക്കി. സത്യ അവന്റെ സ്വന്തം സഹോദരിയാണെന്ന് അവനൊരു നിമിഷം തോന്നിപ്പോയി. എഴുന്നേൽക്ക് മോളെ, വാ, വന്ന് വണ്ടിയിൽ കയറ്. ഈ ഇച്ചായന്റെ അനുഗ്രഹം എന്നും ഉണ്ടാകും. ഇതൊന്നും സീനുവിന് അത്രയ്ക്ക് പിടിച്ചില്ല. അവൾ അവളുടെ ദേഷ്യം നിയന്ത്രിച്ചു നിന്നു. ഈ സത്യം എന്തിനാ ഇയാൾ എങ്ങനെ വിശ്വസിക്കുന്നത്? കൂട്ടുകാരനെ പോലെ ചതിക്കുന്നവൻ തന്നെയായിരിക്കും ഇയാൾക്കും. ചെന്നായുടെ മനസ്സും മുയൽക്കുഞ്ഞിന്റെ നിഷ്കളങ്കതയായിരിക്കും. അവർ രണ്ടുപേരും കാറിൽ കയറി ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചു. അമ്മ, എന്താ അടപ്പായസം ഉണ്ടാക്കുന്നേ? ആദ്യേട്ടൻ വരുന്നത് കൊണ്ടാണോ? അല്ല, തിന്നു മുടിക്കാൻ ഒരു സാധനം രാവിലെ തന്നെ കെട്ടെഴുന്നള്ളിട്ടുണ്ട്. അപ്പോ അതിന് കൊടുത്തില്ലെങ്കിൽ ഞങ്ങളെ പിടിച്ചു തിന്നാലോ. പൊന്നു, മായമോള് നിന്റെ ചേച്ചിയാണ്, അത് മറക്കണ്ട. നീ അകത്ത് പോയി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തേക്ക്. സാരമില്ല അമ്മേ, അവൾ കൊച്ചു കുട്ടിയല്ലേ. ഇനിയിപ്പോ ഞാൻ ഈ വീട്ടിലേക്ക് അവളുടെ ഏട്ടത്തിമ്മയായിട്ട് വരാൻ പോവുകയല്ലേ. അപ്പോ അവളുടെ കുറുമ്പൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. രുക്മിണി അവൾക്കൊന്ന് ചിരിച്ചു കൊടുത്തു. അവൾ ചെയ്ത ജോലിയിലേക്ക് തിരിഞ്ഞു. ഞാനൊന്ന് ആദ്യേട്ടന്റെ ഭാര്യ ഈ കിഴക്കേടത്തെ തറവാട്ടിലെ കാല് കുത്തിക്കോട്ടെ. തള്ളയും മോളെ ഞാൻ കാണിച്ചു തരാം. രുക്മിണി, പുറംപണിക്കൊക്കെ ആളെ വെക്കുന്നത് നമ്മുടെ കൂട്ടർ തന്നെയാണോ? നമ്മുടെ ജാതിക്കാരെ തറവാട്ടിലേക്ക് കയറ്റിയാൽ മതി. എന്റെ ജിത്തുവിനും അതായിരുന്നു താല്പര്യം. പിന്നെ പറമ്പിലും തൊടിയിലും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഇവരുടെ കല്യാണം കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ കുട്ടൻ നോക്കിക്കോളും. അവനെന്തായാലും പഠിക്കേണ്ട കാലത്ത് പഠിക്കാനും പോയില്ല, തേരാ പാര നടക്കുകയല്ലേ. ആ കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കേണ്ട, എല്ലാം ആദ്യമോനാ നോക്കുന്നത്. ഞാൻ ഒന്നിനും ഇടപെടാറില്ല. മാസാമാസം വീട്ടു ചെലവിന് മോൾക്ക് പഠിക്കാനുള്ളതിനുള്ള പണവും അവൻ അയച്ചു തരും. ആദിയുടെയും മായയുടെയും കല്യാണം കഴിഞ്ഞാൽ പിന്നെ എല്ലാം അവള് നോക്കിക്കോളും. അങ്ങനെ എല്ലാം അവള് നോക്കാൻ പറ്റില്ല. അമ്മ തന്നെയാണ് ഇപ്പോഴും ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത്. അമ്മയുടെ കാലം വരെ അത് അങ്ങനെ തന്നെയായിരിക്കും. പൊന്നിന്റെ വാക്കുകൾ ശങ്കരന് പിടിച്ചില്ലെങ്കിലും മുഖത്തൊരു പുഞ്ചിരി വിരിച്ച് ശങ്കരൻ പുറത്തേക്ക് നിന്നു. അവരെയും കാത്ത് ആദ്യം നിൽക്കുന്നുണ്ടായിരുന്നു. അവരവിടെ എത്തി കാറിൽ നിന്നിറങ്ങി ക്ഷേത്രത്തിനകത്തേക്ക് ഓരോ പടികളായി കയറി വരുന്ന സത്യയെ അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ആ വേഷത്തിൽ അവളുടെ സൗന്ദര്യം നല്ല പോലെ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. അവൾ മുകളിൽ എത്തിയതൊന്നും അവൻ അറിഞ്ഞില്ല. ഡാ, മതി ചോര ഊറ്റിയത്. കുറച്ചു കഴിഞ്ഞാ അത് നിന്റെ സ്വന്തം പ്രോപ്പർട്ടി തന്നെയാ. ജെയിംസ് അപ്പോഴാണ് ആദി സ്വഭാവത്തിലേക്ക് വന്നത്. വധു എത്തിയോ? എന്നാ നമുക്ക് ചടങ്ങുകൾ തുടങ്ങിയാലോ? തുടങ്ങാൻ തിരുമേനി, ഇനി വരാൻ ആരുമില്ല, അതുകൊണ്ട് വൈകിക്കണ്ട. എന്നാൽ വധുവും വരനും പോയി പ്രാർത്ഥിച്ചു വന്നോളൂ. അവർ രണ്ടുപേരും തൊഴാൻ വേണ്ടി മറുവശത്തേക്ക് നടന്നു. മഹാദേവന്റെ മുന്നിൽ ചെന്ന് കൈകൂപ്പി നിന്നു. മഹാദേവ, ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. എന്റെ അച്ഛനെ രക്ഷിക്കണേ. സത്യ പ്രാർത്ഥിച്ച് കണ്ണുകൾ തുറന്ന് ആദിയെ നോക്കി. അപ്പോൾ അവൻ അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നതാണ് അവൾ കണ്ടത്. എന്താ ഇത്ര കാര്യമായ ഒരു പ്രാർത്ഥന? ഇതൊരു നാടകം മാത്രമാണ്, വെറും കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള ബന്ധം. എത്രയും പെട്ടെന്ന് ഈ കരാർ ഒന്ന് കഴിഞ്ഞു കിട്ടണേ എന്നാ ഞാൻ പ്രാർത്ഥിച്ചത്. സത്യ അതും പറഞ്ഞ് അവിടെ നിന്ന് അവരുടെ അടുത്തേക്ക് നടന്നു. അങ്ങനെയൊന്നും ഈ കരാർ തീരില്ല സത്യ. നീ കാരണം എനിക്കുണ്ടായ നഷ്ടം അതിനുള്ള പകരം ഞാൻ നിന്നോട് ചോദിക്കും. ആദ്യം അവളെ നോക്കി മനസ്സിൽ അങ്ങനെ പറഞ്ഞു. അവനും അവരുടെ അടുത്തേക്ക് നടന്നു. എന്നാൽ നമുക്ക് ചടങ്ങുകൾ ആരംഭിക്കാം. തിരുമേനി ചടങ്ങുകൾ ഓരോന്നോരോന്നായി പറഞ്ഞു കൊടുത്തു. അവസാനം താലത്തിൽ നിന്നൊരു താലി എടുത്ത് തിരുമേനി ആദിക്കു നേരെ നീട്ടി. അവനത് വാങ്ങിച്ച് സത്യയെ നോക്കി. അത് അവളുടെ കഴുത്തിലേക്ക് കൊണ്ടുപോയി. ആദ്യം അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ തുടങ്ങിയതും സത്യയുടെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. ഒരു തുള്ളി കണ്ണുനീർ അവളുടെ കണ്ണിൽ നിന്ന് ഒറ്റ വീണു. അത് ചെന്ന് പതിച്ചത് ആദിയുടെ കയ്യിലായിരുന്നു. കയ്യിൽ ചൂട് അനുഭവപ്പെട്ടതും അവൻ അവളെ നോക്കി. ചുവന്ന് കലങ്ങി അവളുടെ കണ്ണുകൾ കണ്ടതും അവന്റെ ഹൃദയം ഒന്ന് പിടച്ചു. അവൾ അവനെ മുഖമുയർത്തി നോക്കി. ഇരുവരും മുഖാമുഖം ഒന്ന് നോക്കി. ഇങ്ങനെ നോക്കി നിൽക്കാതെ ആ താലി മുഴുവനായി കെട്ട് എന്റെ ആദി, എന്നിട്ട് നീ നോക്കി നിന്നോ? ജെയിംസ് പുറകിൽ നിന്നും അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ആദിക്ക് പെട്ടെന്ന് അവൻ എന്താ ചെയ്തെന്ന് ഓർമ്മ വന്നത്. അവൻ വേഗം താലി കെട്ടി. അവർ ഇരുവരും പരസ്പരം പൂമാല അണിഞ്ഞു. ഈ കല്യാണം ഇവിടെ പൂർത്തിയായിരിക്കുന്നു. ഇരുവരും ഇനിയുള്ള 1000 ജന്മങ്ങളിലും ഒരുമിച്ച് ഭാര്യ ഭർത്താക്കന്മാരി കഴിയട്ടെ.
തിരുമേനി പറയുന്ന കേട്ട് ആദി സത്യയെ നോക്കി. അവളുടെ മുഖത്ത് ഒരു പൂച്ചച്ചിരി വിരിഞ്ഞിരുന്നു. ആ സമയം